ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ലൊരു പച്ച പപ്പായ കൊണ്ടിട്ടുള്ളൊരു തോരൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിന് നമ്മൾ മസാലയൊക്കെ ചേർത്തിട്ടാണ് ഈ തോരൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് കഴിക്കാൻ നമ്മൾ ചോറിനോടൊപ്പം മാത്രമല്ല, ചപ്പാത്തി പൂരിയുടെ കൂടെ ഒക്കെ നമുക്കിത് കോമ്പിനേഷനായിട്ട് കഴിക്കാം. അത്ര നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പം നല്ലൊരു വിളഞ്ഞ പപ്പായാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇത് ചെറിയൊരു കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയെടുത്ത് ഒന്ന് ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഉപ്പ് മാത്രം ചേർത്തിട്ട് ആവശ്യമുള്ള വെള്ളവും ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടിയാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചീനച്ചട്ടിയിൽ ആവശ്യത്തിനുള്ള എണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നമുക്കതിന് സൺഫ്ലവർ ഓയിൽ, ഏത് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലോട്ട് കുറച്ച് കറിവേപ്പ് ചേർത്ത് കൊടുക്കാം. കറിവേപ്പ് പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് ഇഞ്ചിയാണ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണ്. നമുക്ക് ഇഞ്ചി ചെറിയ പീസായിട്ട് മുറിച്ചും ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സവാള. അപ്പോൾ സവാള ഞാൻ ചെറുതായിട്ട് മുറിച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പം ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് വാടി വരാൻ വേണ്ടിയിട്ടാണ്. അത് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് മുളക് പൊടിയാണ്. അപ്പം ഞാൻ എരിവുള്ള മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് ഗരം മസാലയാണ്. അപ്പോൾ ഗരം മസാല ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഗരം മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് വറുത്ത് പൊടിച്ച പെരുംജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ഇട്ടിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് പപ്പായ ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചിട്ടുള്ള പപ്പായ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് തേങ്ങ മിക്സിയിൽ അടിക്കാണ്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് തിരുമ്മി എടുത്തിട്ടുള്ളതാണ്. അതുകൂടെ ചേർത്ത് ഈ തേങ്ങയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ ജസ്റ്റ് ഒന്ന് നമുക്കിന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് നമുക്ക് ഇത് എടുക്കാം. അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ളൊരു പപ്പായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ. താങ്ക്